ഹലോ ഗൈസ്, നമ്മൾ കുറേ ആയല്ലേ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ബിസി സ്കെഡ്യൂൾസ് ആണ്. അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ആദ്യം നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പപ്പന്റെ ഷർട്ട് അൾട്ടർ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൊടുത്ത് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗോകുലം മോളിലേക്കാണ്. കയറിയപ്പോൾ തന്നെ അവർ നല്ല ഓണപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. ഞാൻ അതൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൻലി പോയിട്ടുണ്ടായിരുന്നത് ഗോകുലത്തിൽ ഗ്യാസ് സ്റ്റൗ, അതുപോലെ തന്നെ കുക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സായി ചേട്ടനാണ്. എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓഫറും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ പോലും റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്ത് കുക്കറിനാണെങ്കിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലൊക്കെ. ആക്ച്വലി ഞങ്ങൾ നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവരണമല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആമീസ് കിച്ചണിൽ കയറിയിട്ടാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫുഡ് ആയതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റി ഫുഡാണ്. ഞാനത് വരുന്നവരെ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. കാരണം നല്ല ടയർഡുമാണ്. എന്തെങ്കിലും കിട്ടിയാൽ അപ്പൊ കഴിക്കാന്നുള്ളൊരു രീതിയിലാണ്. അപ്പോഴേക്കും എൻ്റെ മദർ ശ്രീ ഷെറീന അഫ്സൽ ഭയങ്കരമായിട്ട് ചിന്താവിഷ്ടയായ ശ്യാമളയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ എത്തി, ഞങ്ങൾ ഹാപ്പിയായി. ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്ത അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അത് എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യാന്നുള്ള ഒറ്റ വിചാരം മാത്രമേ മൈൻഡിലുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്ന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിൽ പോലും 3 കുബൂസ് ആണെങ്കിൽ പോലും നമ്മൾ 3 പൊറാട്ടയും കൂടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വിശപ്പടങ്ങൂലല്ലോ. സോ ഇതൊക്കെയാണ് മിനി ബ്ലോഗ്. ബൈ.